അപ്പോൾ എല്ലാവരും നമ്മുടെ +1 കമ്പ്യൂട്ടർ സയൻസ് എക്സാമിനായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഓരോ ചാപ്റ്റേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാവും അല്ലേ. നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും ലൈവ് നടക്കുന്നുണ്ട്. ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മിസ് മാത്രമല്ല കൂടെ സായി സാറും ഉണ്ടാവും. അപ്പോൾ എക്സാമിൻ്റെ തലേ ദിവസം അന്നും കറക്റ്റ് 7:30ക്ക് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് പോകുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ലൈവുകളൊക്കെ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്ത ഏതൊരു കുട്ടിക്കും ഉറപ്പായിട്ടും നല്ല മാർക്ക് തന്നെ നമ്മുടെ എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എത്രയൊക്കെ നമ്മുടെ എക്സാം ടഫ് ആവുന്നുണ്ട് അല്ലെങ്കിൽ പാറ്റേൺ മാറുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ ബുക്കിനുള്ളിലുള്ള കാര്യങ്ങൾ തന്നെ നമ്മളോടൊക്കെ ചോദിക്കുള്ളൂ അല്ലേ. അപ്പോൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ പഠിച്ചു പോവുകയാണ്. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസും ചെയ്യും. അപ്പോൾ എന്തായാലും എക്സാം മിസ്സിൻ്റെ കുട്ടികൾക്കൊക്കെ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ കാര്യത്തിലൊന്നും നിങ്ങൾ ടെൻഷൻ ആവണ്ട. കറക്റ്റായിട്ട് നമ്മുടെ ലൈവിലേക്ക് വന്നാൽ മതി. ഇപ്പം മിസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. നിങ്ങൾ എപ്പോഴും മിസ്സിനോട് പറയുന്ന ഒരു ഭാഗമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് പഠിക്കാൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മുടെ നമ്പേഴ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ അല്ലേ. +1 മൊത്തത്തിൽ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് ആകെ ഈ കൺവേർഷനും മാത്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ചാപ്റ്ററിൽ മാത്രമാണ്. അപ്പോൾ നമ്മൾ അത് അങ്ങോട്ട് സെറ്റാക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ കൺവേർഷൻ്റെ ഒരു വീഡിയോ മിസ് ചെയ്തിരുന്നു. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു പോർഷൻ ഫുൾ സെറ്റാവും. അതിൽ എക്സാമ്പിൾസും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ അതിൻ്റെ വീഡിയോ ഉണ്ടാവും കേട്ടോ. കാണാത്തവരൊന്ന് പോയിട്ട് കാണാം. അപ്പോൾ ഇപ്പം മിസ് വന്നിട്ടുള്ളത് നമ്മുടെ നമ്പേഴ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ്. നമുക്കറിയാം നമ്പേഴ്സിനെ എങ്ങനെയൊക്കെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. 3 മെത്തേഡ്സ് ഉണ്ട് അല്ലേ. 3 രീതിയിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. ഒന്നാമത്തത് വൺസ് കോംപ്ലിമെൻറ്റ് അല്ലേ. വൺസ് കോംപ്ലിമെൻറ്റ് മെത്തേഡ് ഉണ്ട്. അതേപോലെ തന്നെ 2's കോംപ്ലിമെൻറ്റ് മെത്തേഡ് ഉണ്ട്. പിന്നെ നമ്മുടെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡും ഉണ്ട്. ഓക്കെ, ഇങ്ങനെ 3 രീതിയിലാണ് നമ്മൾ നമ്പേഴ്സിനെ എന്ത് ചെയ്യാറുള്ളത്, റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. അപ്പം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പോരാ, ഇൻഡിജർ നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത് എന്ന് പറയണം. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോന്നും എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു കൺഫ്യൂഷൻ വരുന്നത്. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ആയാലും വൺസ് കോംപ്ലിമെൻ്റ് ആയാലും 2's കോംപ്ലിമെൻ്റ് ആയാലും നിങ്ങൾ ആകെ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് അത് പോസിറ്റീവ് നമ്പർ ആണോ നെഗറ്റീവ് നമ്പർ ആണോ തന്നത് എന്ന് നോക്കാം. ഓക്കെ, പോസിറ്റീവ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ സമാധാനം, ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, പോസിറ്റീവ് നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആകെ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ബൈനറി കാണുക, 8 ബിറ്റ് ആക്കുക. ഇത്ര മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ബൈനറി കാണാൻ നമുക്കറിയാം അല്ലേ. 2 ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് എണ്ണി നോക്കുക എത്ര ബിറ്റ് ഉണ്ട്. അപ്പോൾ 8 ബിറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മുമ്പിൽ 2 സീറോസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇത്രയാണ് നമുക്കൊരു പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പം സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡാണ് നിങ്ങളോട് ചോദിച്ചത് എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നോക്കുക പോസിറ്റീവ് നമ്പർ ആണോ നെഗറ്റീവ് നമ്പർ ആണോ. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും എന്തായിരിക്കും, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ബൈനറി കാണുക എന്നുള്ളതായിരിക്കും. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ബൈനറി കാണുക, രണ്ടാമത്തെ സ്റ്റെപ്പ് 8 ബിറ്റ് ആക്കുക. ഇത്രയും കാര്യങ്ങൾ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി മൂന്നാമത്തത് എന്താണ്, മൂന്നാമത്തത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. പോസിറ്റീവ് ആണെങ്കിൽ ആ നമ്മുടെ 8ാമത്തെ ബിറ്റിന് അതായത് സൈൻ ബിറ്റിന് 0 ഇട്ട് കൊടുക്കുക. നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ 1 ഇട്ട് കൊടുക്കുക. ഇതാണ് സൈൻ ആൻഡ് ബിറ്റിൽ ചെയ്യേണ്ട കാര്യം. എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ ആദ്യം ബൈനറി കാണുക, അതിന് 8 ബിറ്റ് ആക്കുക. ഓക്കെ, എന്നിട്ട് പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ഫസ്റ്റ് ബിറ്റ് 0 ഇടുക, നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ഫസ്റ്റ് ബിറ്റ് 1 ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. സെറ്റല്ലേ? ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് റെപ്രസെൻറ്റ് 41 ഇൻ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, 41നെ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാ മിസ് ഇവിടെ 41നെ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ബൈനറി കാണുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതാ ബൈനറി കാണുകയാണ്. 41നെ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഇത് തന്നെയാണ് ചെയ്യാനുള്ളത് കേട്ടോ. 41നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നമുക്കറിയാം 20 ആണ്. അവിടെ ഒരു റിമൈൻഡർ ഉണ്ടാവും അല്ലേ. 20/2 ചെയ്യുമ്പോൾ 10 ആണ് 0 റിമൈൻഡർ. 10/2 ചെയ്യുമ്പോൾ 5 ആണ് 0 റിമൈൻഡർ. 5/2 ചെയ്യുമ്പോൾ 2 ആണ് ഒരു റിമൈൻഡർ. 2/2 1 ആണ് 0 റിമൈൻഡർ. 1/2 0 ആണ് 1 റിമൈൻഡർ ആണല്ലോ. എന്നിട്ട് താഴേന്ന് മുകളിലേക്ക് അങ്ങോട്ട് എഴുതാം. അപ്പം നമുക്ക് കിട്ടിയ ബൈനറി 101001 എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ബൈനറി എന്ന് പറയുന്നത്. ബൈനറി കിട്ടി. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ, 8 ബിറ്റ് ആക്കുക അല്ലേ. അപ്പോൾ ഇതാണ് ബൈനറി കിട്ടിയാൽ പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് 8 ബിറ്റ് ആക്കുക.
എത്ര നോക്കിയേ 1 2 3 4 5 6 8 അല്ലേ? അപ്പോൾ ഒരു 2 0 മുന്നിലിട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കി ഇതാ 1 0 1 0 0 1. ഇതാണ് നമ്മുടെ 8 ബിറ്റ് എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്താൽ മതി? ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് പോസിറ്റീവ് നമ്പർ ആണ് ഇവിടെ ചോദിച്ചത്, അതുകൊണ്ടാണ് ഈ ബിറ്റിന് മിസ് 0 ഇട്ട് കൊടുത്തത്. ഇനി നെഗറ്റീവ് 41 ആണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ ഈ 0 മാറ്റിയിട്ട് 1 ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി രണ്ടാമത്തത് നമ്മുടെ എന്താണ്? വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ് ചോദിച്ചു കഴിഞ്ഞാൽ വൺസ് കോംപ്ലിമെന്റ് മെത്തേഡാണ് നിങ്ങളോട് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് നമ്പർ ആണോ നോക്കുക, നെഗറ്റീവ് നമ്പർ ആണോ നോക്കുക. പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ യെസ്, ഒന്നും ചെയ്യല്ല, ബൈനറി കാണാം, 8 ബിറ്റ് ആക്കുക, കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. പക്ഷെ നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ നമ്മൾ എന്തും കൂടി ചെയ്യണം. വൺസ് കോംപ്ലിമെന്റ് ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ നമ്മൾ ചെയ്യാനുണ്ട്? പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ബൈനറി കാണുക, 8 ബിറ്റ് ആക്കുക, കഴിഞ്ഞു, ബാക്കി ഒന്നും ചെയ്യാനില്ല. പക്ഷേ നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ഇതേപോലെ തന്നെ ബൈനറി കാണുക, 8 ബിറ്റ് ആക്കുക, എന്നിട്ട് കാണുന്ന 1നെ ഒക്കെ 0 ആക്കുക, 0നെ ഒക്കെ പിടിച്ച് 1 ആക്കുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കി നോക്കാം. റെപ്രസെന്റ് -60 ഇൻ വൺസ് കോംപ്ലിമെന്റ് ഫോം. അപ്പോൾ +60 ആണെങ്കിലും -60 ആണെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് ബൈനറി കാണുക, രണ്ടാമത്തെ സ്റ്റെപ്പ് 8 ബിറ്റ് ആക്കുക. അതിലൊരു സംശയം വേണ്ട. ഓക്കെ, ഇപ്പോൾ ബൈനറി കാണാൻ പോവാണ് മിസ്. 60നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു, 30 കിട്ടി, 0 റിമൈൻഡർ. 30/2 15 കിട്ടി, 0 റിമൈൻഡർ. 15/2 7 കിട്ടി, ഒരു റിമൈൻഡർ. 7/2 3 ആണ്, ഒരു റിമൈൻഡർ. 3/2 1 ആണ്, ഒരു റിമൈൻഡർ. 1/2 0 ആണ്, 1 റിമൈൻഡർ. താഴെ നിന്ന് മുകളിലേക്ക് എഴുതണ്ടേ? അപ്പൊ എത്ര കിട്ടി? 1 1 1 1 0 0. ഇതാണ് നമ്മുടെ ബൈനറി. ഓക്കെ, ബൈനറി കണ്ടാൽ മതിയോ? പോരാ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? 8 ബിറ്റ് ആക്കുക എന്നുള്ളതല്ലേ? അപ്പൊ ഇതിന് 8 ബിറ്റ് ആക്കണം. ഇവിടെ എത്ര ബിറ്റാ ഉള്ളത്? 1 2 3 4 5 6. 2 ബിറ്റ് ഇട്ട് കൊടുക്കണം. അപ്പൊ 0 0 1 1 1 1 0 0. ഇതാണ് നമ്മുടെ 8 ബിറ്റ്. ഒരു പോസിറ്റീവ് നമ്പറാ ചോദിച്ചെന്നുണ്ടെങ്കിൽ കഴിഞ്ഞു, ഇത്ര ചെയ്യാനേ ഉള്ളൂ. പക്ഷേ ഇവിടെ നെഗറ്റീവ് നമ്പർ ആണ് ചോദിച്ചത്. അപ്പൊ നെഗറ്റീവ് നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? കാണുന്ന 1നെ ഒക്കെ പിടിച്ച് അങ്ങോട്ട് 0 ആക്കുക, കാണുന്ന 0നെ ഒക്കെ പിടിച്ച് അങ്ങോട്ട് 1 ആക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താ കിട്ടുക? നോക്കിക്കേ, 1 1 0 0 0 0 1 1. ഇതായിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത്? വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ടൂസ് കോംപ്ലിമെന്റ് ആണെങ്കിലോ? ടൂസ് കോംപ്ലിമെന്റ് ആണെങ്കിൽ ഈ സ്റ്റെപ്പ് തന്നെയാണ്. നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ബൈനറി കാണുക, 8 ബിറ്റ് ആക്കുക, കഴിഞ്ഞു. അല്ല, പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ. നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ബൈനറി കാണുക, 8 ബിറ്റ് ആക്കുക, വൺസ് കോംപ്ലിമെന്റ് കാണുക, എന്നിട്ട് ആ വൺസ് കോംപ്ലിമെന്റിന്റെ കൂടെ ഒരു +1 കൂടി ചെയ്യണം. അതാണ് ആകെയുള്ള മാറ്റം. ഓക്കെ, ചൂസ് കോംപ്ലിമെന്റ് ആണെങ്കിൽ. അപ്പോൾ ചൂസ് കോംപ്ലിമെന്റിന്റെ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. റെപ്രസെന്റ് -38 ഇൻ ചൂസ് കോംപ്ലിമെന്റ്. അപ്പോൾ എങ്ങനെയാ ചെയ്യുക? അത് നമ്മൾ 38നെ നമ്മൾ എന്ത് ചെയ്യാണ്? 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ 17 × 2 34 ആണ് അല്ലേ? 19 × 2 19 അല്ലേ? യെസ്, 19 ആണ് കിട്ടുക, 0 റിമൈൻഡർ കിട്ടും. ഓക്കെ, യെസ്. എന്നിട്ട് നമ്മളിതാ വീണ്ടും 19നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്, 9 അല്ലേ? ഒരു റിമൈൻഡർ. 9/2 4 ആണ്, ഒരു റിമൈൻഡർ. 4/2 2 ആണ്, 0 റിമൈൻഡർ. 2/2 1 ആണ്, 0 റിമൈൻഡർ. 1/2 0 ആണ്, 1 റിമൈൻഡർ. താഴെ നിന്ന് മുകളിലേക്ക് ഇതാണ്. അപ്പം നമ്മുടെ ബൈനറി 1 0 0 1 1 0 ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ബൈനറി എന്ന് പറയുന്നത്. ഇനി ഈ ബൈനറിനെ, ഇപ്പം ബൈനറി കിട്ടിയിട്ടുള്ളൂ, ഇനി ഈ ബൈനറിനെ നമ്മൾ എന്ത് ചെയ്യണം? 8 ബിറ്റ് ആക്കണം അല്ലേ? അപ്പോൾ ദാ എത്ര? 1 2 3 4 5 6. ഇപ്പം 2 ബിറ്റ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തു. 1 0 0 1 1 0. ഇതാണ് നമ്മുടെ 8 ബിറ്റ് എന്ന് പറയുന്നത്. ഇനി വൺസ് കോംപ്ലിമെന്റ് കാണണം അല്ലേ? ടൂസ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വൺസ് കോംപ്ലിമെന്റിന്റെ കൂടെ +1 ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ബൈനറി കാണാൻ 8 ബിറ്റ് ആക്കുക, അത്രേ ഉള്ളൂ. പക്ഷെ ഇത് നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ടാണ് ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? വൺസ് കോംപ്ലിമെന്റ് കാണണം. അപ്പം 1 1 1നെയൊക്കെ 0 ആക്കുക, 0നെ കാണാം. 1 1 0 1 1 0 0 1. ഇതാണ് വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ചൂസ് കോംപ്ലിമെന്റ് എങ്ങനെയാ കാണുക? ഇതിന്റെ കൂടെ ഒരു +1 ചെയ്യാം. +1 നോക്കിക്കേ, 1 + 1 0 1 1 റിമൈൻഡർ. 1
0 1 1 0 1 1 ഇതായിരിക്കും നമ്മുടെ ചൂസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. മിസ് ജസ്റ്റ് എല്ലാം ഒന്ന് പറഞ്ഞു തരാം. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്, അതേപോലെ തന്നെ വൺസ് കോംപ്ലിമെന്റ്, ചൂസ് കോംപ്ലിമെന്റ്, ഇങ്ങനെ 3 മെത്തേഡാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ആണെങ്കിലും വൺസ് കോംപ്ലിമെന്റ് ആണെങ്കിലും ചൂസ് കോംപ്ലിമെന്റ് ആണെങ്കിലും പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ എന്ത് മാത്രമേ ചെയ്യാനുള്ളൂ? ബൈനറി കാണുന്നു, 8 ബിറ്റ് ആക്കുന്നു. പോസിറ്റീവ് ആണെങ്കിൽ ഫസ്റ്റ് ബിറ്റ് 0 ഇടും, നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ഫസ്റ്റ് ബിറ്റ് 1 ഇടും. കഴിഞ്ഞു. വൺസ് കോംപ്ലിമെന്റിൽ പോസിറ്റീവ് നമ്പർ ആണ് തന്നെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബൈനറി കാണുന്നു, 8 ബിറ്റ് ആക്കുന്നു. കഴിഞ്ഞു. ഇനി ചൂസ് കോംപ്ലിമെന്റിലും പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ബൈനറി കാണുന്നു, 8 ബിറ്റ് ആക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇത് പഠിച്ചോ, ഇപ്പം തന്നെ അങ്ങോട്ട് സെറ്റാക്കി വെക്കുക. ഇത്രയേ ഉള്ളൂ. പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ നമുക്ക് ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. പക്ഷെ നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ അവിടെയാണ് ട്വിസ്റ്റ്. നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ഇവിടെ ഒന്നുമില്ല, ബൈനറി കാണുക, 8 ബിറ്റ് ആക്കുക, 1 ഇട്ട് കൊടുക്കുക അല്ലേ, ഫസ്റ്റ് ബിറ്റ് 1 ഇട്ട് കൊടുക്കുക. പക്ഷെ ഇവിടെ ഈ ബാക്കി രണ്ടെണ്ണത്തിലാണ് വ്യത്യാസം. വൺസ് കോംപ്ലിമെന്റിൽ നെഗറ്റീവ് നമ്പർ ആണ് ചോദിച്ചെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ബൈനറി കാണുന്നു അല്ലേ, 8 ബിറ്റ് ആക്കുന്നു, എന്നിട്ട് 1നെ ഒക്കെ പിടിച്ച് 0 ആക്കുന്നു, 0നെ ഒക്കെ പിടിച്ച് 1 ആക്കുന്നു. ഇനി ചൂസ് കോംപ്ലിമെന്റ് ആണെങ്കിലോ പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ സിമ്പിളാ അല്ലേ, ബൈനറി കാണാൻ 8 ബിറ്റ് ആക്കിയാൽ കഴിഞ്ഞു. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ബൈനറി കാണണം, 8 ബിറ്റ് ആക്കണം, എന്നിട്ടോ പിന്നെ നമുക്ക് 1നെയൊക്കെ 0 ആക്കുക, 0നെയൊക്കെ 1 ആക്കുക അല്ലേ. അതാണ് വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. എന്നിട്ട് ഈ വൺസ് കോംപ്ലിമെന്റിന്റെ കൂടെ ഒരു +1 കൂടി നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ്. ഇത് വേണമെങ്കിൽ ഒന്ന് നോക്കി വെക്കുക. ഈ ഒരു രീതിയിൽ മാത്രം നിങ്ങൾ ഈ ഒരു നമ്പർ കൺവേർഷൻ അല്ല, നമ്പർ റെപ്രസെൻറ്റേഷൻ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതും ഈ നമ്പർ കൺവേർഷനും മാത്രമേ നമുക്ക് നമ്മുടെ +1 കമ്പ്യൂട്ടർ സയൻസിൽ മാത്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുള്ളൂ. യെസ്, ഓക്കെ ആണല്ലോ മക്കളെ? ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. എക്സാമിന് വരാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇത് ക്ലിയർ ആയിട്ടുണ്ട്, മിസ് പറഞ്ഞ ഈ ഒരു ഭാഗങ്ങൾ മൊത്തം റെഡി ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. കമ്പ്യൂട്ടർ സയൻസ് എക്സാം നമുക്ക് അടിപൊളിയായിട്ട് ഫുൾ മാർക്ക് തന്നെ വാങ്ങണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക.